നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിയമവിദഗ്ധർ പ്രവചിച്ചതുപോലെ ഇത് ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ആദ്യ വിജയം. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് ഈ മാസം 15-ാം തീയതി വരെ ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. വിശദമായ കേസ് ഡയറി ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് ഉത്തരവ് നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം. ഇതോടെ ഈ മാസം 15-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹൈക്കോടതി ജസ്റ്റിസ് കെ ബാബു ആണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. കേസിൽ വിശദമായ വാദം കേൾക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഈ സുപ്രധാന ഉത്തരവ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന രാഹുൽ വേട്ടയ്ക്ക് അങ്ങനെ താൽക്കാലിക കർട്ടൻ വീണിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടം നൽകിയ ഹർജി തള്ളിയതിനെ തുടർന്ന് അതിശക്തമായ പരിശോധനകൾ അന്വേഷണ സംഘം ആരംഭിച്ചിരുന്നു. രാഹുൽ കേരളം വിട്ട് കർണാടകയിലേക്ക് കടന്നു എന്നായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ കണക്കുകൂട്ടൽ. ആദ്യം തമിഴ്നാട്ടിലേക്കും പിന്നീട് കർണാടകയിലേക്കും രാഹുൽ കടന്നിരുന്നു. രാഹുലിനെ തേടിയുള്ള അന്വേഷണ സംഘത്തിൻ്റെ വേട്ട ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായി. ഒടുവിലിത തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി വിധിക്ക് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫോൺ അപ്രതീക്ഷിതമായി ഓണാകുന്നു. വരിക വരിക സഹചരെ എന്ന റിംഗ് ടോണാണ് ആ മൊബൈൽ ഫോണിൽ കേട്ടത്. അന്വേഷണ സംഘം ആ മൊബൈൽ ഫോൺ ലക്ഷ്യമാക്കി കുതിച്ചു. എന്നാൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോൺ കിടന്നിടത്ത് ഒരു കളിപ്പാട്ടം ഒളിപ്പിച്ചു വെച്ച് രാഹുലിൻ്റെ സംഘാംഗങ്ങൾ സ്ഥലം വിട്ടു. മൊബൈൽ ഫോൺ ഓണാകുമ്പോൾ അവിടെ രാഹുൽ ഉണ്ടായിരുന്നില്ല എന്നാണിപ്പോൾ അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നത്. ജില്ലാ സെഷൻസ് കോടതിയിൽ തന്റെ ജാമ്യ ഹർജിയിൽ എണ്ണിപ്പറഞ്ഞ വാദം ഹൈക്കോടതിക്ക് മുൻപിൽ നിരത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ. സെഷൻസ് കോടതിയുടെ ഒരു പ്രധാന കണ്ടെത്തൽ രാഹുലിന്റെ അറസ്റ്റ് തടയുന്നതിൽ നിർണായകമാണ്. രാഹുലിനെതിരെ യുവതി ആരോപിച്ചതുപോലെ ഒരു ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നില്ല എന്ന് സെഷൻസ് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഗർഭഛിദ്രം അടക്കമുള്ള വിഷയങ്ങളിൽ രാഹുലിനെ സംശയത്തോടെ കോടതി കണ്ടു. ഇതിനെ തുടർന്നാണ് മുൻകൂർ ജാമ്യം തടഞ്ഞത്. കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലക്ഷ്യം. എന്നാൽ സുപ്രീം കോടതി നിർദ്ദേശം അനുസരിക്കേണ്ടി വന്നു. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് ആദ്യം താഴെ കോടതിയിൽ വേണം ജാമ്യാപേക്ഷ നൽകാൻ, അതിനുശേഷം ഹൈക്കോടതി. ഇവിടെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷമാണ് ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി രാഹുലിൻ്റെ അഭിഭാഷകർ ചെന്നത്. സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിലെത്തി അതിശക്തമായ വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി അഭിഭാഷകൻ എസ് രാജീവ് നടത്തിയത്. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് യുവതിയുമായി താൻ അടുത്തതെന്നും സൗഹൃദം, ലൈംഗിക ബന്ധങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടന്നുവെന്നും തുറന്നു സമ്മതിച്ചുകൊണ്ടാണ് രാഹുൽ കോടതിയിൽ പൊരുതിയത്. ഒരു തലത്തിലും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന് അഭിഭാഷകൻ ഉറപ്പിച്ചു പറഞ്ഞു. കോടതി വാദത്തോട് യോജിക്കുകയായിരുന്നു. രാഹുലിൻ്റെ ഈ വേട്ടയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന അഭിഭാഷകൻ അതിശക്തമായ വാദമുഖമുയർത്തി. ഇതോടെയാണ് കേസ് ഡയറി അടക്കമുള്ള വിശദരേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. രാഹുലിൻ്റേത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ഈ യുവതി BJP CPM ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. പരാതിക്കാരി പരാതി നൽകാനെടുത്ത കാലതാമസം അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വാദമുഖമാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉയർത്തിയത്. യുവതിയും രാഹുലും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണങ്ങളുടെ വിശദാംശങ്ങൾ രാഹുലിന്റെ പക്കൽ നിന്ന് ഹാജരാക്കാം എന്ന് അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു. ഇപ്പോൾ പോലീസ് രാഹുലിനെ വേട്ടയാടുകയാണ്. രാഹുൽ സുരക്ഷിതനായി മടങ്ങി വന്നാൽ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞാൽ എല്ലാ വിശദാംശങ്ങളും കോടതിക്ക് മുൻപിൽ സമർപ്പിക്കുമെന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയോട് പറഞ്ഞു. ഈ വാദവും കോടതി അംഗീകരിച്ചു. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കവേ അപ്രതീക്ഷിതമായി നൽകിയ ഈ പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടാവാം എന്ന സംശയം നേരത്തെ സെഷൻസ് കോടതിയും ഉയർത്തിയിരുന്നു. അതേ വാദമുഖങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിക്ക് മുൻപിലും നിരത്തിയത്. വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണോ രാഹുൽ മാങ്കൂട്ടമെന്ന് സെഷൻസ് കോടതി പോലും സംശയിച്ചിരുന്നു. അതേ വാദമുഖമുയർത്തി രാഹുലിന്റെ ജാമ്യത്തിനു വേണ്ടി അതിശക്തമായി പൊരുതുകയായിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ചെയ്തത്. രാഹുലിന് ആശ്വാസം പകരുന്ന ആദ്യ വിധി രാഹുലിന്റെ വിജയം തന്നെയാണ്.
യുവതിയും താനും തമ്മിലുള്ള ബന്ധം സൗഹൃദപരമായിരുന്നുവെന്നും തങ്ങൾക്കിടയിലുള്ള റൊമാൻസ് പിന്നീട് ലൈംഗിക ബന്ധത്തിലേക്ക് നീങ്ങിയെന്നും യുവതി സ്വമേധയാ ഗർഭഛിദ്ര ഗുളിക കഴിക്കുകയായിരുന്നുവെന്നും രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിച്ചു. ഗർഭഛിദ്ര ഗുളികയ്ക്ക് വേണ്ടി യുവതി തന്നെയാണ് രാഹുലിനോട് ആവശ്യപ്പെട്ടത്. ഗൂഗിൾ ലൊക്കേഷൻ അടക്കം യുവതി എവിടെയുണ്ട് എന്നതിൻ്റെ വിശദാംശങ്ങൾ വരെ യുവതി രാഹുലിന് അയച്ചു കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗർഭഛിദ്ര ഗുളിക എത്തിച്ചത്. ചുരുക്കത്തിൽ കേസിലെ പല ഭാഗങ്ങളും സ്വയം ഏറ്റെടുത്തുകൊണ്ടുള്ള വാദമുഖമാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ നടത്തിയത്. ഏറെ ശ്രദ്ധേയമായ നീക്കങ്ങൾ രാഹുലിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ നടത്തി എന്ന് വ്യക്തം. ഒടുവിലിത ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയില്ല എങ്കിലും അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് ഈ കേസിലെ ഏറ്റവും സുപ്രധാന നീക്കവും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സ്വതന്ത്രനായി പുറത്തേക്ക് വരാം. തനിക്ക് പറയാനുള്ളത് പോലീസ് സംഘത്തിന് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കാം. അതിലപ്പുറം ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ പ്രതികരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്നാൽ ഏറെ നിർണായകമായ ചില മെസ്സേജുകളും കോടതിക്ക് മുന്നിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ ഹാജരാക്കി എന്നാണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ. ഏറെ സുപ്രധാന വിവരങ്ങൾ കോടതിക്ക് മുൻപിൽ ഹാജരാക്കിയതോടെ ഒരു നിമിഷം കോടതി രാഹുലിൻ്റെ വാദം ഭാഗികമായി അംഗീകരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ രാഷ്ട്രീയ വിജയമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കവേ അപ്രതീക്ഷിതമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞതോടെ ഒരു രാഷ്ട്രീയ വിജയം മറുവശത്ത് കോൺഗ്രസ് കൊയ്തെടുത്തിരിക്കുന്നു. രാഹുൽ ഒരു ലൈംഗിക വൈകൃതക്കാരനാണ് എന്ന് വിളിച്ചുകൂവി ഇന്നലെ മുഖ്യമന്ത്രി പോലും കള്ളത്തിലിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതി താൽക്കാലിക സംരക്ഷണം ഒരുക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിന്. ഇത് രാഹുലിൻ്റെ ഒരു ആദ്യ വിജയം എന്ന് രാഹുൽ ടീം പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.